വിമൻസ് വേൾഡ് കപ്പാണ്, ഗ്രൂപ്പ് സ്റ്റേജാണ്, ഓസ്ട്രേലിയയാണ് എതിരാളികൾ. വലിയൊരു മാർജിനിൽ ഇന്ത്യൻ വനിതകൾ ജയിച്ചാൽ മാത്രമേ തുടർന്നങ്ങോട്ട് സെമിയിലേക്ക് മുന്നോട്ട് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ഇന്ത്യൻ ടീം കളത്തിലേക്ക് ഇറങ്ങിയത്. ആദ്യം ബാറ്റ് ചെയ്തത് ഇന്ത്യയാണ്. 4 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ്. ഒരുപക്ഷെ ഒരു നല്ല ടോട്ടൽ, ഒരു മികച്ച ടോട്ടൽ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ 170-നേക്കാൾ മേലെ ഇന്ത്യക്ക് കിട്ടാമായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം പന്തുകൾ അത്രയും യൂസ് ചെയ്തു എന്നുള്ളത് പറയേണ്ടി വരും. സ്മൃതി മന്ദാന 38, ഷെഫാലി വർമ്മ 34, ജെമിമ റോഡ്രിഗസ് 34, ഹർമൻപ്രീത് കൗർ 56. നോക്കുമ്പോഴേക്കും തുടക്കക്കാരെല്ലാവരും ഗംഭീരമായ സ്കോർ അല്ലേ? പക്ഷേ ഇതിൽ ഹർമൻപ്രീത് കൗറിനെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവർ ഇത്രയധികം വ്യക്തിഗത ടോട്ടൽ എടുക്കാനെടുത്ത പന്തുകളാണ് ഇവിടെ പ്രശ്നം. സ്മൃതി മന്ദാന 37 പന്തിൽ നിന്നാണ് 38 റൺസ് നേടുന്നത്. ഷെഫാലി വർമ്മ 26 പന്തിൽ നിന്നാണ് 34 റൺസ് നേടുന്നത്. ജെമിമ റോഡ്രിഗസ് 28 പന്തിൽ നിന്നാണ് 34 റൺസ് നേടുന്നത്. ഹർമൻപ്രീത് കൗർ ആവട്ടെ 27 പന്തിൽ നിന്ന് 56 റൺസ് എടുത്തു. ക്യാപ്റ്റൻ ലീഡിംഗ് ഫ്രം ദ ഫ്രണ്ട്. പക്ഷേ ബാക്കിയുള്ള 3 താരങ്ങൾ, ജെമിമയായാലും സ്മൃതി ആയാലും ഷെഫാലി ആയാലും മികച്ച തുടക്കം നൽകി. പക്ഷേ എടുത്ത പന്തുകളാണ് ഇവിടെ പ്രശ്നം. ഒരു നിർണായകമായ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ വെൻ യുവർ ടീം നീഡ്സ് ടു ഫയർ ആൻഡ് വെൻ യു പേഴ്സണലി ഹാവ് ടു ഫയർ, ഇത്രയധികം പന്തുകൾ എടുക്കുന്നത് സ്വാഭാവികമായിട്ടും ടീമിനെ തന്നെ തിരിച്ചടിക്കുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 170 എന്ന ടോട്ടലിലേക്ക് ഇന്ത്യ ചുരുക്കപ്പെട്ടതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിന്നും ഗംഭീരമായ ബൗളിംഗ് നിര തന്നെയാണ് ഉണ്ടായിരുന്നത്. സദർലൻഡും ക്യാപ്റ്റൻ സോഫി മോളിനിക്സിനെയും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും ഗംഭീരമായ പ്രകടനമാണ് നടത്തിയത്. സോഫി മോളിനിക്സ് 2 വിക്കറ്റ് വീഴ്ത്തി, പക്ഷേ 4 ഓവറിൽ വഴങ്ങിയത് 46 റൺസാണ്. ബാക്കിയുള്ള താരങ്ങളെല്ലാം അവരുടെ എക്കോണമി 6 റൺസിന് താഴെയായിട്ട് പോലും പിടിച്ചു നിർത്താൻ വരെ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ആഷ്ലി ഗാർഡനറാണ് 2 ഓവറിൽ നിന്നും 25 റൺസ് വഴങ്ങിയത്. പക്ഷേ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയ ആവട്ടെ 19 ഓവറിലാണ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് ചേസ് ഡൗൺ ചെയ്തത്. അതിൽ അവരുടെ ഓപ്പണറായ ജോർജ് വോളിനെ 2 പന്തിൽ നിന്ന് 4 റൺസ് എടുത്ത് പുറത്താക്കാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചെങ്കിൽ പോലും അവരുടെ എലീസി പെറി എന്ന ഓൾറൗണ്ടർ തന്നെയാണ് ഏറ്റവും മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചത്. 38 പന്തിൽ നിന്നും 56 റൺസ് നേടി. ആഷ്ലി ഗാർഡനർ 29 പന്തിൽ നിന്നും 53 റൺസ് നേടുകയും ചെയ്തു. അവിടെയാണ് ഇന്ത്യൻ വനിതകളുടെ പ്രശ്നം നിൽക്കുന്നത്. തുടർച്ചയായിട്ടാണ് 2ാമത്തെ തവണയാണ് ഇങ്ങനെ T20 ലോകകപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും ഇന്ത്യൻ ടീം പുറത്താകുന്നത്. ഒരുപക്ഷെ ഒരുപാട് ചാൻസസ് ഹൈ ആയിരുന്നു തവണ വനിതകൾക്ക് നേടിയെടുക്കാൻ എന്ന് വേണം തന്നെ പറയാം. അങ്ങനെ ഒരു സാധ്യതയുണ്ടായിരുന്നു ഇന്ത്യൻ വനിതകൾക്ക് ഇത്തവണ അവരുടേതാക്കി മാറ്റാനുള്ള കിരീടവും അതനുസരിച്ചുള്ള ടീമും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബൗളിംഗ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പ്രശ്നങ്ങളായിരുന്നു. പ്രത്യേകിച്ച് രേണുക സിംഗ് ഠാക്കൂർ 4 ഓവറിൽ നിന്ന് 41 റൺസ് വഴങ്ങി 1 വിക്കറ്റ് നേടുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രാന്തികോട് ഒരു ഓവറാണ് എറിഞ്ഞത്, അത് 12 റൺസാണ് അതിൽ വഴങ്ങിയത്. ഷെഫാലി 4 ഓവർ എറിഞ്ഞ് 29 റൺസ് വഴങ്ങി. പിന്നെ ഉള്ളത് ശ്രീചരണി 4 ഓവറിൽ നിന്ന് 2 വിക്കറ്റ് എടുത്ത് പക്ഷെ 32 റൺസ് വഴങ്ങി. ദീപ്തി ശർമ്മ 1 വിക്കറ്റ് എടുത്ത് 31 റൺസ് 4 ഓവറിൽ നിന്ന് വഴങ്ങി. പിന്നെ ഉള്ളത് രാധ യാദവാണ് 2 ഓവറിൽ നിന്ന് 24 റൺസ് വഴങ്ങുകയും ചെയ്തു. എക്കോണമി കൺസീഡ് ചെയ്യുക, ഒരു ത്രില്ലർ ഓഫ് എ ഗെയിം ആയിരുന്നില്ല ഈ മത്സരം എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. അങ്ങനെ ഒരു ത്രില്ലർ സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ഹൈ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നത് ഒഴിച്ചു നിർത്തിയാൽ ഓസ്ട്രേലിയക്ക് ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു, മത്സരം മാറുകയായിരുന്നു. അത് പാർട്ട്ണർഷിപ്സിലൂടെ അവർ നേടിയെടുത്തതാണ്. ഒരു വേള ഈ മൊമെൻറ്റം, ഈ പാർട്ട്ണർഷിപ്പ് എല്ലാം ഓസ്ട്രേലിയക്ക് അനുകൂലമായി മാറിയപ്പോഴേക്കും കളി പൂർണ്ണമായും ഇന്ത്യയുടെ കയ്യിൽ നിന്നും പോയി എന്ന് വേണം തന്നെ പറയാൻ. എന്തായാലും ആ ഒരു വിഷമകരമായ ഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ വനിതകൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ മെൻസ് ടീമും ഇന്ത്യൻ വിമൻസ് ടീമും ഒരുമിച്ച് ഒരേ ഡൗൺഫോളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതൊരു റെയർ സൈറ്റാണ്. അങ്ങനെ സംഭവിക്കാറില്ല. സാധാരണയായി മെൻസ് ടീം ഒരു ടോപ്പിൽ നിൽക്കും, വിമൻസ് ടീം ഡൗൺ ആയാലും ചിലപ്പോൾ വിമൻസ് ടീം മേളിൽ പോവും, ഇന്ത്യൻ മെൻസ് ടീം ഒരു ആവറേജ് രീതിയിൽ നിൽക്കും. പക്ഷേ രണ്ടും അടുപ്പിച്ച് ഇന്ത്യൻ മെൻസ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അയർലൻഡ് പോലൊരു കുഞ്ഞൻ ടീമിനെതിരെ ഒരു സീരീസ് വൈറ്റ് വാഷ് തോക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഡിസാസ്ട്രസ് ആയ കാര്യം. വനിതകളെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഘട്ടത്തിൽ 2ാമത് വീണ്ടും T20 ഏസിൽ നിന്ന് പുറത്താവുന്നൊരു സാഹചര്യം. ഇത് രണ്ടും അടുപ്പിച്ച് ഒരേ ദിവസത്തിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു വളരെ റെയർ സൈറ്റാണ്. ഫിഫ ലോകകപ്പിൻ്റെ കാഴ്ചകൾക്കിടയിൽ ഇങ്ങനെ 2 സംഭവ വികാസങ്ങൾ കൂടി ഇതിനിടയിൽ കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി അറിയിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.